മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും നമുക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിലും തിരുജലത്തിലും ശരണപ്പെട്ടുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈസ്റ്റർ കഴിഞ്ഞുള്ള ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ അഥവാ ഡിവൈൻ മേഴ്സി സൺഡേ നാം ആചരിച്ചുവല്ലോ. ലോകമെമ്പാടുമുള്ള അനേകം പേർ പ്രത്യേകമാംവിധം 9 ദിവസത്തെ കരുണയുടെ നൊവേന ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയും നമ്മുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. നേഴ്സസ് മിനിസ്ട്രിയും 9 ദിവസങ്ങളിലും 24 മണിക്കൂറും കരുണയുടെ ജപമാല ചൊല്ലി ദൈവത്തോട് പ്രാർത്ഥിച്ചു. തിരുസഭയ്ക്കു വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള നഴ്സസിനും അവരുടെ കുടുംബത്തിനു വേണ്ടിയും നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികൾക്കു വേണ്ടിയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. 9-ാം ദിവസം ദിവ്യബലിയോടുകൂടിയാണ് ഡിവൈൻ മേഴ്സി പ്രയർ സമാപിച്ചത്. ദിവ്യകാരുണ്യനാഥനോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെയും ലോകം മുഴുവൻ്റെയും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നേഴ്സസ് മിനിസ്ട്രിയെ ഒരു ഉപകരണമാക്കിയതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇപ്പോൾ നമുക്ക് ഒരു നേഴ്സിൻ്റെ ജീവിതത്തിലേക്ക് ഈശോയുടെ കരുണ ഒഴുകിയിറങ്ങിയ ഒരു അനുഭവം ശ്രവിക്കാം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോൺസി റോളിൻ. ഞാൻ 15 വർഷമായി ബഹ്റിനിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിത പങ്കാളി റോളിൻ. ഞങ്ങൾക്ക് ദൈവം ദാനമായി 3 കുഞ്ഞുങ്ങളെ നൽകി. ഞങ്ങളുടെ 3ാമത്തെ കുഞ്ഞിനെ LICക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു തന്ന അത്ഭുത സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാർച്ച് 26-ാം തീയതി 2017 ഞങ്ങൾ 2 പേരും ഡ്യൂട്ടിയായിരുന്നു. ആ സമയത്ത് ആദ്യം ജീവിത പങ്കാളിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. കുഞ്ഞ് അപ്പോൾ ഉറങ്ങുകയായിരുന്നു. കുഞ്ഞിന് ചെറിയൊരു ശ്വാസമുട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞിന് ശ്വാസമുട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ നോക്കാൻ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ബദാം എടുത്ത് കഴിക്കുകയും കുഞ്ഞ് അത് വൊമിറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എല്ലാം വൊമിറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ വൊമിറ്റ് ചെയ്തതിൻ്റെ ആയിരിക്കാം ശ്വാസമുട്ടലെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ചുമ വരുമ്പോൾ നെബുലൈസർ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ നെബുലൈസർ എടുത്ത് കുഞ്ഞിന് കൊടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ ശ്വാസമുട്ടൽ കുറഞ്ഞു. പിന്നെ കുഞ്ഞ് പാല് കുടിച്ച് ഉറങ്ങുകയും ചെയ്തു.
പിന്നെ രാത്രി വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു തലേ ദിവസം കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ടായതല്ലേ, അത് കാരണം ഡോക്ടറെ ഒന്ന് ചെക്ക് ചെയ്യിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തപ്പോൾ ലങ്സിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലെ എമർജൻസിയിൽ കൊണ്ടുവന്നു. അവിടെ ഡോക്ടറെ കണ്ടു, ENT ഡോക്ടറെ കണ്ടു. ഡോക്ടർ എക്സ്റേക്ക് എഴുതി, എക്സ്റേ ചെയ്തു, ഒത്തിരി എക്സ്റേ എടുത്തു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു എന്തോ ലങ്സിലുണ്ട്, എന്തായാലും സ്കോപ്പിയിലൂടെ അവിടുന്ന് പുറത്തെടുക്കണമെന്ന്. ബ്രോങ്കോസ്കോപ്പി അതിനുവേണ്ടി പോസ്റ്റ് ചെയ്തു. പക്ഷേ അന്ന് കുഞ്ഞ് സ്റ്റേബിളായിരുന്നു, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം മോർണിംഗിലേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു, IV ഒക്കെ ഇട്ട് അവിടെ കിടത്തി. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ തിയേറ്ററിലേക്ക് എടുക്കാനായി 8 മണിയായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ തിയേറ്ററിലേക്ക് കൊടുത്തു. കുഞ്ഞ് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിൽ നിന്ന് പോയത്. ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. ആക്റ്റീവായിരുന്നു, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ പുറത്തിരുന്ന് അവിടെ കൊന്തയെല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ തിയേറ്ററിൻ്റെ വെയിറ്റിംഗ് ഏരിയയിലിരുന്ന് കൊന്തയെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ കൊന്തയെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോൺസി ബ്രോങ്കോസ്കോപ്പിയെ പറ്റി കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ജോൺസിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് ഞങ്ങൾ ബ്രോങ്കോസ്കോപ്പിയെ പറ്റി പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊച്ചിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കഴിഞ്ഞോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിയേറ്ററിൻ്റെ കോറിഡോറിലേക്ക് ചെന്നു. റിസപ്ഷനിൽ ഞങ്ങൾ കടന്നു ചെല്ലുന്നു. ഞങ്ങൾ റിസപ്ഷനിൽ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നു കൺസെൻറ്റ് സൈൻ ചെയ്യണം എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എംബസീമേ ആയി എന്ന് പറയുന്നു. അപ്പോൾ ജോൺസി പെട്ടെന്ന് ശബ്ദത്തിൽ കരയുന്ന കേട്ടാൽ ജോൺസി നോക്കി. അപ്പോൾ ഡോക്ടറോട് ഞാൻ കൂടുതൽ വിശദമായിട്ട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെടുത്തുകൊണ്ടിരുന്ന സമയത്ത് കൊച്ചിൻ്റെ ശരീരം എയർ വന്ന് വീർത്തു. അത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലെൻസിൻ്റെ 2 സൈഡും ട്രെയിൻ ചെയ്യണം, 2 ഹോൾ ഇടണം, അത് ട്യൂബിട്ട് എയർ പുറത്ത് കളയണം, അതിന് സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. വിറയാർന്ന കൈകളോടുകൂടി സൈൻ ചെയ്ത് കൊടുക്കാനേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അത് 1000-1 അല്ലെങ്കിൽ 10,000-1 ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ കുഞ്ഞിന് പറ്റി. അത് 1.5 വയസ്സുള്ള കൊച്ച് ഞങ്ങളിൽ നിന്ന് ടാറ്റ തെറിഞ്ഞ് പോയിരുന്നു ചിരിച്ച് കളിച്ച് പോയ കൊച്ചിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് വെൻറ്റിലേറ്ററിൽ ഒരു നീര് വന്ന് വീർത്ത് ഒരു ബോളിൻ്റെ വലിപ്പത്തിൽ കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് കരയല്ല, നിവൃത്തിയില്ലായിരുന്നു. പ്രാർത്ഥിക്കാൻ പോലും ശക്തമല്ലാതെ ഞങ്ങൾ തരിച്ച് നിന്നിരുന്ന നിമിഷങ്ങൾ ഞങ്ങൾക്ക് സാന്ത്വനമായി അന്ന് ഞങ്ങളിലേക്ക് ഓടി വന്ന ഞങ്ങളുടെ നേഴ്സിംഗ് സഹോദരങ്ങളെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. ആദ്യമായി അവരാണ് ഞങ്ങൾ ഓടി വന്നത്. അതുപോലെ തന്നെ അറിഞ്ഞു കേട്ടവരെല്ലാവരും ഞങ്ങളുടെ ബന്ധുമിത്രാദികളും ഞങ്ങളുടെ അടുത്തേക്ക് മെസ്സേജുകളും എല്ലാം എത്തുന്നുണ്ടായിരുന്നു. ആ വിഷമത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഒരു മാർഗവുമില്ല. കാരണം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. മെയിൻ പാർട്ടിക്കിലാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞിരുന്നു കൊച്ചിൻ്റെ വെൻറ്റിലേറ്ററിലിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ മേലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അച്ഛനെ, ഞങ്ങളുടെ ബഹറിനുള്ള ഞങ്ങളുടെ വികാരിച്ചനെ ഞങ്ങൾ വിളിച്ചു. വികാരിച്ചൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ ഓടി വന്ന് ICUവിൽ കയറി പ്രാർത്ഥിച്ചു. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. ബുധനാഴ്ച പിറ്റേ ദിവസം ചെയ്യുമെന്നും ബുധനാഴ്ച ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ബുധനാഴ്ച കടന്നുപോയി. ബുധനാഴ്ചയായപ്പോൾ കുഞ്ഞിന് പനി വരികയും നീര് ശമനമില്ലാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അന്ന് എടുക്കാൻ പറ്റിയില്ല. വീണ്ടും വ്യാഴാഴ്ചത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴും ഞങ്ങൾക്കറിയാവുന്ന ധ്യാനകേന്ദ്രങ്ങളിലെല്ലാം വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയിലും ഞങ്ങളുടെ പ്രയർ കൂട്ടായ്മകളും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വ്യാഴാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും പറയുന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർ സൺഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ സൺഡേ ഞങ്ങൾ വ്യാഴാഴ്ച കടന്നുപോയി. വെള്ളിയാഴ്ചയായി. ശനിയാഴ്ചയായപ്പോൾ കുഞ്ഞിൻ്റെ സാച്ചുവേഷൻ കുറയുന്നു. കൊച്ചിന് സാച്ചുവേഷൻ കുറഞ്ഞുകൊണ്ട് കുഞ്ഞിന് ശരീരം നീല നിറമാകുവാൻ തുടങ്ങി. ഏതാണ്ട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഒരു 5-5:30 ആയി കഴിഞ്ഞ് ഞങ്ങൾ ICUവിൽ, അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങൾ ICUവിൽ കയറി എപ്പോഴും പ്രാർത്ഥിക്കാൻ ഉള്ള അവസരമുണ്ടായി. ദൈവകൃപയായി ഞങ്ങൾക്ക് അതൊരു അവസരം കിട്ടിയിരുന്നു. ഞങ്ങളുടെ ചേച്ചിമാരും ആ സമയത്ത് എത്തിയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ കുരിശിൻ്റെ വഴി ചൊല്ലി
ബെഡിന് ചുറ്റും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ പിറ്റേ ദിവസത്തേക്ക് സൺഡേയിലേക്കായിരുന്നു രാവിലെ ചെക്ക് ചെയ്യാൻ തിയേറ്ററിലേക്ക് എടുക്കാൻ വന്ന അനസ്തേഷ്യസ്റ്റ് അങ്ങോട്ട് കടന്നു വന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് ആ ഡോക്ടർ ഷൗട്ട് ചെയ്യുമെന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നു. കൊച്ചിൻ്റെ 2 ലങ്സും കൊളാപ്സായി, എടുക്കാൻ സാധ്യമല്ല, ഹൈ റിസ്ക് സൈൻ ചെയ്ത് മേടിക്കുക, എന്തുകൊണ്ട് ഹൈ റിസ്ക് സൈൻ ചെയ്ത് മേടിച്ചില്ല എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് ഞങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഡോക്ടറിന് ഞങ്ങളെ മനസ്സിലായിരുന്നു, കാരണം ഞങ്ങളും സ്റ്റെറൈൽ ഡ്രസ്സ് അല്ല, ഗ്രീൻ, എല്ലാവരും പച്ച ഡ്രസ്സുകളാണ് ഐസിയുൽ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ആ ഡ്രസ്സ് ഇട്ടോണ്ട് ഞങ്ങളന്ന് മാതാപിതാക്കന്മാരെ നിൽക്കുന്നത് ഡോക്ടറിന് മനസ്സിലായില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ഞങ്ങൾ കരഞ്ഞ് ഞങ്ങളുടെ അച്ഛനെ വീണ്ടും ഞങ്ങളെ വിളിക്കുന്നു. അച്ഛൻ അപ്പോഴേ ഓടിയെത്തി. ഞങ്ങളുടെ അനുവാദത്തോടു കൂടി അച്ഛൻ കുഞ്ഞിന് രോഗിലേപനം കൊടുത്തു. അച്ഛൻ ICUവിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞിനെ യേശു തൊട്ടിട്ടുണ്ട്, നിങ്ങളുടെ കുഞ്ഞിനെ ദൈവം അല്ല യേശു സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. കുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ആ സമയം തന്നെ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ ഫാമിലീസിന് 3 കൂട്ടായ്മയിലുള്ള പ്രയേഴ്സ് എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി ഒരു വീട്ടിൽ ഒന്നിച്ചുകൂടി കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒരേ സ്ഥലത്ത് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി മാത്രമായി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലോകമാസകലം ഞങ്ങൾ പ്രാർത്ഥന സഹായം ഞങ്ങൾക്കറിയാവുന്നിടത്ത് എല്ലായിടത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രയർ ഗ്രൂപ്പുകളിലും നേഴ്സസ് മിനിസ്ട്രിയിലും എല്ലാം ഞങ്ങൾ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കൊന്തയില്ലി അന്നത്തെ രാത്രി തുടങ്ങി കൊച്ചിൻ്റെ അവസ്ഥ വീണ്ടും വേസ്റ്റായിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഐസിൻ്റെ മുമ്പിലിരുന്ന് ഒരുമിച്ച് ഒത്തിരി നേഴ്സസ് മിനിസ്ട്രിയിൽ ഒത്തിരി സഹോദരങ്ങൾ വന്നിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കൈകോർത്ത് പിടിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ തിരിച്ചു നൽകണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ദൈവം എല്ലാം ക്രമീകരിച്ചു തന്നു. സൺഡേ സാധാരണ തിയേറ്റർ ഭയങ്കര ബിസിയാവാറ്, എന്നാലും ദൈവം ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ അവിടുന്ന് നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞായറാഴ്ച ഒത്തിരി ദേവാലയങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദിവ്യബലിയിൽ. ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾ പുറത്തിരുന്ന് ICUവിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞ് പരിസരം മറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ കോറിഡോറിൽ ഇതുപോലെ ഒരനുഭവം ഉണ്ടായി കാണുകയില്ല. തിയേറ്റർ മുമ്പിലിരുന്ന് ഇതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം. ദൈവം ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുഞ്ഞിനെ തിയേറ്ററിലെടുക്കുന്നതിന് മുമ്പ് മിറക്കിൾസ് മെഡൽ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും കുഞ്ഞ് ഒന്ന് അനങ്ങുകയും ചെയ്തിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും കുഞ്ഞിനെ 5 മിനിറ്റ് നേരം അവിടെ ബെഡിന് ചുറ്റും നിന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തിയേറ്റർ കയറ്റുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. ഈശോനാഥൻ എല്ലാം ഞങ്ങൾക്ക് ദൈവം ക്രമീകരിച്ചു തന്നു. അതിനുശേഷം തിയേറ്ററിനുള്ളിൽ കയറ്റിയതിന് ശേഷം അരമണിക്കൂറിന് ശേഷം അവിടുന്ന് ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഒരു പീസ് ബദാം എടുത്തു, ഇനി 2 പീസും കൂടിയാണുള്ളത് എന്ന്. 3 പീസായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവം പൂർണ്ണമായി വിജയകരമായി ആ 3 പീസും പുറത്തെടുത്തു സ്കോപ്പിയയിലൂടെ. പ്രിയ സഹോദരങ്ങളെ, ഈ സ്കോപ്പിയയിലൂടെ ഈ ബദാം തിരിച്ചെടുത്തില്ലെങ്കിൽ തൊറാക്കോട്ടമി എന്ന മേജർ സർജറിയിലൂടെ അത് ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു. എൻ്റെ ദൈവം അതിന് ഒരിക്കലും ഇടവരുത്തിയില്ല. അതിനുശേഷം കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലെ സപ്പോർട്ട് കൂടി ICUവിലേക്ക് മാറ്റി. പിന്നെയുള്ള ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില വളരെ ഫാസ്റ്റായി മെച്ചപ്പെട്ടിരുന്നു. അവിടുന്ന് ഉച്ചയായപ്പോഴേക്കും കുഞ്ഞ് നോർമൽ ബ്രീത്ത് എടുത്തു. കുഞ്ഞിനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. അതിനുശേഷം ഞങ്ങളെ കാണാൻ അവിടുന്ന് സിസ്റ്റേഴ്സ് ഞങ്ങളെ വിളിച്ചു കുഞ്ഞിനെ കാണുവാനായിട്ട്. കുഞ്ഞ് ഞങ്ങളെ തിരിച്ചറിയുകയും അവിടുന്ന് അപ്പോൾ തന്നെ കുഞ്ഞ് കരയുകയും ചെയ്തിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ വാർഡിലേക്ക് വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തന്നു. അപ്പോൾ റൈസ് ട്യൂബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ ട്യൂബുകൾ റിമൂവ് ചെയ്തിരുന്നു. കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച കഴിയുമ്പോഴേക്കും കുഞ്ഞിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. സങ്കീർത്തനം 138 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും തൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നുവെന്ന്. ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നുപോയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവന് ഒരു പോറലുമൊന്നും ഏൽക്കാതെ ദൈവം അവിടുന്ന് സംരക്ഷിച്ചു. മരുന്നോ ലേപനൌഷധമല്ല, ദൈവത്തിൻ്റെ വചനമായ യേശുവാണ് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശുനാമത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈ നേഴ്സിൻ്റെ കുടുംബത്തിലേക്കും കുഞ്ഞിലേക്കും ഈശോ നൽകിയ വലിയ സൗഖ്യത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നാമും കരുണയുള്ളവരാകേണ്ടതാണ്. ഇതാ ഈ നേഴ്സിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ.
നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സമാധാനം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. രോഗി ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ട നേഴ്സുമാരായി നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സത്യമല്ലേ, നമ്മുടെയൊക്കെ കൈകാലുകൾ യേശുവിൻ്റെ കൈകാലുകളായി മാറണമെന്നും നമ്മുടെയൊക്കെ നാവ് യേശുവിൻ്റെ നാവായി മാറണമെന്നും ഒക്കെ. നമുക്ക് വചനത്തിലൂടെ ഒന്ന് നോക്കാം, സ്വർഗം അത് എപ്രകാരമാണ് ആഗ്രഹിക്കുന്നത് എന്ന്. യേശയ്യ 51:1 വചനം നമ്മളോട് ഇപ്രകാരം പറയുന്നില്ലേ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നിങ്ങളൊന്ന് നോക്കുവിനെന്ന്. നമ്മളെ വെട്ടിയെടുത്ത പാറയും നമ്മളെ കുഴിച്ചെടുത്ത കനിഗർഭവും ആരാണ്? ആ യേശു ക്രിസ്തുവല്ലേ. ആ യേശു ക്രിസ്തുവിലേക്ക് വചനത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗം നമുക്കൊന്ന് വായിക്കാം. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടിയായി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിപ്രിയമുള്ളവരെ, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപങ്ങൾ നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകേണ്ടതിനാണ്. അതെ, ആ ദൈവം തൻ്റെ പ്രവൃത്തികൾ ഇന്നും തൻ്റെ മക്കളിൽ പ്രകടമാക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്നലെയും ഇന്നും നാളെയും ദൈവം മാറ്റമില്ലാത്തവരാകയാൽ തൻ്റെ പ്രവൃത്തി ഇന്നലെ നടന്നതുപോലെ തന്നെ ഇന്നും നാളെയും തൻ്റെ മക്കളിലൂടെ അത് പ്രകടമാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്വർഗീയ പിതാവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ യേശു അത് നമ്മളോടായി പറയുകയാണ്, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന്. യേശു പറയുന്നത് ഞാൻ ചെയ്തു കൊള്ളാമെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നോ അല്ല, മറിച്ച് എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലായിരിക്കുവോളം നാം, ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, പലപ്പോഴും യേശുവിന് സാധിച്ചത് എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാതെ പോകുന്നത്? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:1 അവിടുന്ന് നമ്മളോട് പറയുകയാണ്, യേശുവിനെ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കുക ആവശ്യമാണ് എന്ന്. നമുക്ക് യേശുവിനെ അല്പം കൂടി കൂടുതലായി നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 9:1 ഇപ്രകാരമാണ് യേശു പറയുന്നത്, അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു എന്ന്. അതെ, യേശു കടന്നു പോയപ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ മുൻപിലൂടെ കടന്നു വരുന്ന അന്ധത നിറഞ്ഞ ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? നിരാശയാൽ അന്ധമാക്കപ്പെട്ട ജീവിതങ്ങള്, കടബാധ്യതയാൽ അന്ധമായി പോയ മക്കള്, ജീവിത ഭാരവും ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളാലും അന്ധമായി പോയ ജീവിതങ്ങളെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? യേശു തൻ്റെ മുൻപിലൂടെ കടന്നുപോയ അന്ധനായ യാചകനെ കണ്ടതുകൊണ്ടാണ് സ്വർഗത്തിലെ പിതാവിന് തൻ്റെ പ്രവൃത്തി യേശുവിൻ്റെ കരങ്ങൾ വഴി ചെയ്യുവാൻ സാധിച്ചത്. അതേ പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജീവിത സാഹചര്യങ്ങളും പശ്ചാത്തലവും ഒക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നില്ല. അത് യേശു തന്നെ വചനത്തിലൂടെ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 41-ാമത്തെ വചനഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അവിടുത്തെ പശ്ചാത്തലം ഇപ്രകാരമാണ്. യേശു യഹൂദരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഹൂദർ യേശുവിനോടായി പറയുകയാണ്, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ് എന്ന്. അപ്പോൾ യേശു അവരോട് മറുപടിയായി പറയുകയാണ്, അബ്രാഹാം നിങ്ങളുടെ പിതാവായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമായിരുന്നില്ല എന്ന്. എന്നാൽ യേശുവിൻ്റെ വാക്കുകളിൽ അവർ കോപാകുലരായിക്കൊണ്ട് യേശുവിനോടായി പറയുന്ന മറുപടികൾ നോക്കുക. ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ എന്ന്. യേശുവിൻ്റെ പിതാവിനെ യഥാർത്ഥത്തിൽ അവർ അവിടെ ചോദ്യം ചെയ്യുകയാണ്. വീണ്ടും അല്പം കൂടി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മറ്റു കുറച്ച് യഹൂദർ യേശുവിനോടായി പറയുകയാണ്, നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ട് എന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ എന്ന്. യേശുവിനെ ഒരു സമരിയാക്കാരനല്ലേ എന്ന് പറഞ്ഞ് അവരവിടെ തരം താഴ്ത്തുകയാണ്. മാത്രമല്ല യേശുവിൽ പിശാചുണ്ടോ എന്ന് അവർ സംശയിക്കുകയാണ്.
അവരോടായി യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ അപമാനിക്കുകയല്ലേ എന്ന്. പ്രിയമുള്ളവരെ, അല്പം കൂടെ താഴെ 52-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മറ്റു കുറച്ച് യഹൂദർ യേശുവിനോട് പറയുകയാണ്, നിനക്ക് പിശാചുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു എന്ന്. ആദ്യം കുറച്ച് യഹൂദർക്ക് അല്പം സംശയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റു കുറച്ച് യഹൂദർക്ക് ഇപ്പോൾ ഉറപ്പായി അവർ ഉറപ്പിച്ചു പറയുകയാണ്, നിന്നിൽ പിശാചുണ്ട് എന്ന്. വീണ്ടും വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 57-ാമത്തെ വചനം നോക്കുക. മറ്റു കുറച്ച് യഹൂദർ യേശുവിനോട് പറയുകയാണ്, നിനക്കിനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? അതായത് യേശുവിന്റെ പക്വതയെ ചോദ്യം ചെയ്യുന്ന മറ്റു കുറച്ച് യഹൂദരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മളൊക്കെ പറയാറില്ലേ, കൊച്ചുകുട്ടികളോടായിട്ട് നിങ്ങളുടെ ചെറിയ വായിൽ വലിയ വർത്തമാനങ്ങൾ പറയരുത് എന്ന്. അല്ലെങ്കിൽ കാർന്നവന്മാർ ഇരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, കൊച്ചുകുട്ടികൾക്ക് ഇവിടെ എന്താ സ്ഥാനമെന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെയും. യേശുവിന്റെ ദൈവിക ജ്ഞാനത്തെയും പ്രബോധനത്തെയും ഒന്നും ഉൾക്കൊള്ളുവാൻ ആ യഹൂദർക്ക് സാധിച്ചില്ല. അവര് യേശുവിന്റെ പക്വതയെ അവിടെ ചോദ്യം ചെയ്യുകയാണ്. വീണ്ടും 59-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു എന്ന്. എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. കുറച്ചുപേർ യേശുവിനെ കല്ലെറിയുവാൻ കല്ലും പിടിച്ചു നിൽക്കുന്ന സാഹചര്യം. എന്നാൽ അവരിൽ നിന്നൊക്കെ മറിഞ്ഞ് യേശു പോകുമ്പോഴാണ് വഴിയിൽ നിൽക്കുന്ന അന്ധനായ യാചകനെ കാണുന്നത്. പ്രിയമുള്ളവരെ, യേശുവിന്റെ ജീവിത സാഹചര്യം ഒന്ന് നോക്കുക. തന്റെ പിതാവിനെ ചോദ്യം ചെയ്യുന്ന ഒരു പറ്റം യഹൂദർ, എന്നാൽ മറു സൈഡിൽ നീ ഒരു സമരിയാക്കാരനല്ലേ, നിന്നിൽ പിശാചുണ്ടോ എന്ന് ചോദിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന മറ്റു കുറച്ചു പേര്. എന്നാൽ വേറെ കുറച്ചു പേരോ സംശയിക്കാനൊന്നുമില്ല, നിന്നിൽ പിശാചുണ്ട് എന്ന് ഉറപ്പിക്കുന്നവര്. മറ്റൊരു കൂട്ടർ നിനക്കെവിടെ പക്വതയുണ്ട് എന്ന് ചോദിക്കുന്ന സാഹചര്യം. ഇതിനുമെല്ലാം അപ്പുറമായി കല്ലെറിയുവാൻ നിൽക്കുന്ന മറ്റു പലർ. എന്നാൽ ഇവരുടെയൊക്കെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒരു രോഗിയെ സൗഖ്യമാക്കുവാനുള്ള കരുത്ത് നമ്മുടെ യേശുവിന്റെ കരങ്ങൾക്കുണ്ടായിരുന്നു എന്നതാണ് സത്യം. അതേ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴും യേശുവിന്റെ കരങ്ങൾക്ക് ഒരു രോഗിയെ സൗഖ്യമാക്കുവാൻ സാധിച്ചത്? കാരണം യേശു മറ്റൊന്നിലേക്കുമല്ല തന്റെ ദർശനം വെച്ചത്. തന്റെ കണ്ണ് നട്ടത് തന്റെ പിതാവ് തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വത്തിലേക്കായിരുന്നു. യേശുവിന് തന്റെ മുൻപിൽ ഒരു ദർശനമുണ്ടായിരുന്നു. അത് ഇപ്രകാരമാണെന്ന് വചനം തന്നെ നമുക്ക് പറയുന്നുണ്ടല്ലോ. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. അങ്ങനെ കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരം പ്രഖ്യാപിക്കുക എന്നതായിരുന്നു നമ്മുടെ യേശുവിന്റെ ദൗത്യം. യേശു തന്റെ ആ ദൗത്യത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് യാത്ര തുടർന്നത്. അതുകൊണ്ട് തന്റെ മുൻപിൽ നിന്നിരുന്നവരുടെ കൈകളിൽ എത്ര കല്ലുണ്ടെന്നോ, കല്ലിന്റെ വലുപ്പമോ, അവർ എത്ര പേരുണ്ടായിരുന്നോ എന്നൊന്നും നമ്മുടെ യേശു നോക്കിയില്ല. മാത്രമല്ല, തന്റെ പിതാവിനെ ചോദ്യം ചെയ്യുന്നവരോട് തന്റെ പിതാവ് ആരെന്ന് തെളിയിക്കാനൊന്നും യേശു പോയില്ല. മറിച്ച് തന്റെ മുന്നിൽ കടന്നു വന്ന അന്ധയാചകനെ കണ്ടുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യമായി മാറുവാനാണ് യേശുവിന് കഴിഞ്ഞത്. അതേ പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഇത്തരം പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെയല്ലേ കടന്നു പോകുന്നത്. എന്നാൽ യേശു കണ്ടതുപോലെ നമുക്കും നമ്മുടെ ദർശനത്തിലേക്ക് നോക്കുവാൻ കഴിയുന്നുണ്ടോ? എന്താണ് നമുക്ക് തന്ന ദർശനം? എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിനും തൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എങ്ങനെ ഇതിന് സാധിച്ചുവെന്നോ? യേശുവിൻ്റെ ഉള്ളിൽ ഒരു തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 9:5 പറയുന്നത്, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന്. യേശുവിന് ആ ഉറച്ച ബോധ്യം തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമായിരിക്കണം എന്നത്. അതേ പ്രിയമുള്ളവരെ, നമുക്കും ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ പ്രകാശമായി മാറിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചുയരുന്ന പ്രകാശത്തിൽ നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന അന്ധജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളും നമ്മുടെയൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം അന്ധമായി പോകുന്നത്.
നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന അന്തർജീവിതങ്ങളെ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന പ്രകാശത്തിൽ മാത്രമേ നമുക്ക് അവരെ കാണുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസത്തിന്റെ നായകനും എന്നാൽ അത് പൂർത്തീകരിച്ചവനുമായ യേശുവിനെ നമുക്ക് നോക്കാം. അങ്ങനെ ഒരു നല്ല ഓട്ടം ഈ ശുശ്രൂഷ ജീവിതത്തിൽ പൂർത്തിയാക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ സ്വർഗീയ പിതാവിന് തൻ്റെ പ്രവൃത്തികൾ തൻ്റെ മക്കളിലൂടെ പ്രകടമാകുവാൻ നമ്മൾ ഇടയാകണം. അങ്ങനെ പകലായിരിക്കുവോളം നമുക്ക് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യാം. അതിനായി നേഴ്സുമാരായി നമ്മൾ ഓരോരുത്തരെയും ലോകം മുഴുവനുള്ള സകല മക്കളെയും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ പണയപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആമേൻ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അളവറ്റ കരുണ ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം ഹൃദയം നിറയെ അനുഭവിച്ചുവല്ലോ. നമ്മിലേക്കൊഴുക്കിയ ഈ കരുണ ഇന്ന് ഈ ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ലോകം മുഴുവനിലുമുള്ള സകല നഴ്സുമാരും ഈശോയുടെ കരുണയുടെ മുഖമായി മാറിയിരുന്നെങ്കിൽ നിരാശയിലും വേദനയിലും തകർച്ചയിലും കഴിയുന്ന അനേകം പേർ ഈശോ നൽകുന്ന പുതുജീവൻ പ്രാപിക്കുമായിരുന്നു. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഈശോയുടെ സ്നേഹവും സമാധാനവും പങ്കുവയ്ക്കപ്പെടാൻ ഓരോ നേഴ്സിനെയും ഉപകരണമാക്കി മാറ്റണമേ എന്ന്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നമ്മെയും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും ഈശോയുടെ കരുണയുടെ ഉപകരണമാക്കി മാറ്റുവാൻ അവരെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.